ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ കുടുംബം ഇപ്പോൾ ലോറി ഉടമ മനാഫിനെതിരെ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ട് എല്ലാ ചാനലുകളിലും സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് മനാഫ് അർജുനെ വെച്ചിട്ടും അർജുൻ്റെ കുടുംബത്തെ വെച്ചിട്ടും തൻ്റെ യൂട്യൂബ് ചാനൽ വ്യൂസ് കൂട്ടാനും റീച്ച് കൂട്ടാനും ശ്രമിക്കുന്നു. അതുപോലെ പല ആളുകളിൽ നിന്നും പണപ്പിരിവ് നടത്തുന്നു. അതൊന്നും തങ്ങളിലേക്ക് എത്തുന്നില്ല, തങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ അത്രമാത്രം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു കുടുംബമൊന്നുമല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുണ്ട്. കേരള സർക്കാർ അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുത്തിട്ടുണ്ട്, അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് വേറൊരാളുടെ കിട്ടിയിട്ട് വേണ്ട കഴിയാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഞങ്ങളുടെ പേരിൽ പണപ്പിരിവ് നടത്തേണ്ട, ഞങ്ങളിലേക്ക് അത് എത്തിയിട്ടുമില്ല, ഞങ്ങൾക്കൊട്ട് വേണ്ടിയും താനും എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ ഇവരുടെ കൂടെ ഉറച്ചു നിന്നിരുന്ന മനാഫ് പിന്നീട് അവസാന ഘട്ടങ്ങളിലേക്ക് ആയപ്പോഴത്തേക്ക് അദ്ദേഹം തൻ്റെ യൂട്യൂബ് ചാനലിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അവിടെ നടത്തിയിരുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈശ്വർ മാൽപ്പയും കൂടെ മനാഫിൻ്റെ കൂടെ കൂടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അവസാന നിമിഷം ഈശ്വർ മാൽപ്പയെ അവിടുന്ന് മാറ്റേണ്ടി വന്നത്. ഡ്രഡ്ജർ വന്നിട്ട് തെരച്ചിൽ ആരംഭിച്ച ശേഷം അവരുടെ ഡൈവേഴ്സിനെ മുങ്ങി തിരയാനുള്ള ഒരു സാധ്യത മാൽപ്പെ പലപ്പോഴും ഇല്ലാതാക്കി. പല തർക്കങ്ങളും അവിടെ നടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രഡ്ജർ കമ്പനിക്കാർ ഞങ്ങളുടെ ഇഷ്ടത്തിന് തിരഞ്ഞ് ഞങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു ഘട്ടം വന്നു. അല്ലെങ്കിൽ അവർ തിരിച്ചു പോകണമെന്നൊരു ഘട്ടം വന്നപ്പോൾ വീട്ടുകാർക്ക് പേടിയായി. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു എല്ലാവരും തിരയുകയാണെങ്കിൽ തിരഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടുത്തെ ഈശ്വർ മാൽപ്പേനെ മാറ്റിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടുത്തെ കർണാടക സർക്കാർ ഇടപെട്ടിട്ടാണ് ഈശ്വർ മാൽപ്പേനെ അവിടുന്ന് മാറ്റിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജുൻ്റെ ബോഡി കണ്ടെടുക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ആർക്കാണ്? അവരുടെ വീട്ടുകാർക്കാണ്, അല്ലേ? കാരണം ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ബോഡി റിക്കവർ ചെയ്യുന്ന ആ നിമിഷം വരെ അദ്ദേഹം ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കാനായിരിക്കും ആ കുടുംബത്തിന് ഇഷ്ടം. ആ ഭാര്യയ്ക്കും മകനും അമ്മയ്ക്കും അച്ഛനും ഒക്കെ തൻ്റെ മകൻ മരിച്ചു പോയി എന്നൊരു അമ്മയും അച്ഛനും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും. ചിലപ്പോൾ എവിടെയെങ്കിലും ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോയി എവിടെയെങ്കിലും കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ടാവും, ബോധമില്ലാതെ കിടക്ക്, വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുക, എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. പക്ഷേ ഈ ബോഡി കിട്ടിയാൽ മാത്രമേ ഇതിന് എന്തായാലും ഒരു സ്ഥിരീകരണം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അർജുൻ്റെ വീട്ടുകാർക്ക് തന്നെയാണ് ഈ ബോഡി കിട്ടാന്നല്ല, മനാഫിനേക്കാളും. അപ്പം അവർ പറയുന്നത് ഇവർ ഇങ്ങനെ തമ്മിൽ തർക്കവും വഴക്കും പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു തടസ്സം നേരിട്ടാൽ അത് കുടുംബത്തല്ലേ ബാധിക്കുക. ഈ ബോഡി റിക്കവർ ചെയ്തെടുക്കുന്നതിൻ്റെ തലേ ദിവസം ഈ മനാഫുമായിട്ട് തർക്കം ഉണ്ടായിന്ന് അർജുൻ്റെ സഹോദരനും അളിയനും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു, ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവന്ന് തിരയാം, ഇവർ തിരഞ്ഞാൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കി മനാഫ്. പിന്നീട് അത് ഇവർ തമ്മിൽ തർക്കിച്ച് പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഈ അർജുൻ്റെ ബോഡി കിട്ടിയ ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നിട്ട് എൻ്റെ സഹോദരനാണ് അർജുൻ, അവനെ അങ്ങനെ ഗംഗാവലി പുഴയിൽ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല, അവനെയും കൊണ്ട് ഞാൻ പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാതും ഉപേക്ഷിച്ച് ഇവിടെ നിന്നത്. അന്ന് മനാഫിൻ്റെ വാക്കുകൾ കേരളക്കര ഒന്നാകെ അപ്പാടെ നമ്മുടെ നെഞ്ചിലേക്ക് സ്വീകരിച്ചു, അല്ലേ? ആ മനാഫിൻ്റെ കണ്ണുനീര് നമ്മുടേതും കൂടി ആയി മാറിയ ഒരു സന്ദർഭമായിരുന്നത്. കാരണം അത് കണ്ടിരുന്ന ഓരോരുത്തരെയും കണ്ണു നിറഞ്ഞു എന്നുള്ളതാണ് സത്യം. അന്ന് നമ്മൾ ഒരുപാട് മനാഫിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ഒരു തൊഴിലാളിക്ക് വേണ്ടി ഒരു മുതലാളി ഇത്രയധികം കഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ ഒരുപാട് വാഴ്ത്തിപ്പാടി യൂട്യൂബ് ചാനലുകൾ എല്ലാവരും തന്നെ മനാഫിനെ. ഞാനും അന്ന് വീഡിയോ ചെയ്താണ്. മനാഫും മാൽപ്പയും നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലും ഒക്കെ ചെയ്തത് വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ മാധ്യമങ്ങൾക്കും സർക്കാരിനും ഒക്കെ ഒപ്പത്തിനൊപ്പം നിന്ന ആളുകളാണ് ഇവരെ എന്ന്. കാരണം നമ്മളുടെ മുൻപിൽ കാണുന്നത് അതായിരുന്നു, നമ്മൾ കേൾക്കുന്നത് അതായിരുന്നു, ചാനലുകളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നതായിരുന്നു. അവസാന ദിവസം അർജുൻ്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പോലും റിപ്പോർട്ടർ ചാനലിൽ മനാഫിനെയും നമ്മുടെ ഈശ്വർ മാൽപ്പയും സമീപിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്നും വൈകാരികമായിട്ട് അരുൺകുമാറൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്, ഈ മാൽപ്പേനോടും പിന്നെ മനാഫിനോടൊക്കെ. അപ്പോൾ നമ്മളിലേക്ക് എത്തുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്തെല്ലാം നടക്കുന്നു നമുക്കറിയില്ല. ഇപ്പം അർജുൻ്റെ കുടുംബം പറയുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ കുറേ അവനവൻ്റെ കാര്യസാധ്യത്തിനായിട്ട് പല സംഭവങ്ങളും അവിടെ നടന്നിരുന്നു, പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. കർണാടക സർക്കാർ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണ് എന്ന് നമ്മളിലേക്ക് എത്തുന്നത് ഇപ്പോഴാണ്. കാരണം അവരതൊന്നും തുറന്നു പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അവരുടെ നഷ്ടം അവരുടേത് മാത്രമാണ്. ഈ മനാഫിനോ മറ്റുള്ളവർക്കോ ഈ പറയുന്ന നമുക്ക് ആർക്കും തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ കുടുംബത്തിന് മാത്രമാണ് ആത്യന്തികമായിട്ട് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ആ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, കുഞ്ഞിന് അച്ഛനെ നഷ്ടപ്പെട്ടു, ആ അമ്മയ്ക്കും അച്ഛനും മകനെ നഷ്ടപ്പെട്ടു, സഹോദരങ്ങൾക്ക് തങ്ങളുടെ കൂടപ്പറപ്പിനെ നഷ്ടപ്പെട്ടു. ആ നഷ്ടത്തോടൊക്കില്ല വേറെ ഒന്നും, അല്ലേ? അപ്പോൾ മറ്റുള്ളവരൊക്കെ പുറമേയുള്ള ആൾക്കാരാണ്. എത്രയായാലും അവർക്കൊക്കെ 3-4 ദിവസം കൊണ്ട് ഈ മനാഫിനായാലും മറ്റാർക്കായാലും 3-4 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ അർജുൻ ഓർമ്മയായി മാറും. പക്ഷെ അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണം വരെ ആ നീറ്റിൽ ആ വേദന മാറില്ല.
അപ്പോൾ അവർ പറയുന്നത് വിശ്വസിക്കേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത്. മനാഫ് പല യൂട്യൂബ് ചാനലുകൾക്കും വളരെ മോശമായ രീതിയിൽ അഭിമുഖം കൊടുക്കുന്നു എന്നാണ് അർജുൻ്റെ അളിയൻ പറയുന്ന പ്രധാന കംപ്ലൈൻറ്റ്. നമ്മളത് കണ്ടതാണ്, അത് സത്യമാണ്, നമുക്ക് മനസ്സിലായത്. കാരണം 75,000 രൂപ ശമ്പളം ഒരു മാസം അർജുൻ വാങ്ങിയിരുന്നു. ആ ശമ്പളം പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തികയാത്തൊരവസ്ഥയായിരുന്നു. കാരണം സഹോദരിയുടെ പഠിപ്പ്, സഹോദരൻ്റെ പഠിപ്പ്, അമ്മയുടെ അച്ഛൻ്റെയും ട്രീറ്റ്മെൻറ്റ്, അതുപോലെ മറ്റ് കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ അസുഖം, അങ്ങനെ ഓരോ കാര്യത്തിനും കൂടി 75,000 രൂപ തികഞ്ഞിരുന്നില്ല എന്ന് മനാഫ് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാനൊക്കെ ശരിക്കും ചിന്തിച്ചു, ഒരു ഡ്രൈവർക്ക് ഒരു മാസം 75,000 രൂപയൊക്കെ ശമ്പളം കിട്ടുമോ? അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടോ, സ്വാഭാവികമായിട്ട് ഇത്ര കിട്ടുക. അപ്പോൾ ഇനിയിപ്പോൾ വലിയ ട്രക്കൊക്കെ ഓടിക്കുന്ന ആളല്ലേ, ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നും ധരിച്ചു. പക്ഷെ ഇപ്പോൾ അർജുൻ്റെ കുടുംബം പറയണത് അതൊക്കെ നുണയാണ്, അത്രയും പൈസ ഒന്നും കിട്ടിയിട്ടില്ല, അതെങ്ങനെയാണ് 75,000 രൂപയൊക്കെ കിട്ടുക, ആ പറഞ്ഞതെല്ലാം നുണയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ജോലിയുള്ള ആൾക്കാരാണ്, എൻ്റെ പെങ്ങളടക്കം എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാർ, അവർക്കൊക്കെ അവരുടേതായ വരുമാനമുണ്ട്, പിന്നെ എന്തിനാണ് അർജുൻ്റെ വരുമാനം എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ അപമാനിക്കില്ലേ, ഞങ്ങൾക്ക് അത്ര കഷ്ടപ്പാടും ദുരിതവും ദാരിദ്ര്യമൊന്നുമില്ല, ഞങ്ങളെ ആരെങ്കിലും സഹായിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട. ഞങ്ങൾക്ക് പിന്നെ കേരള സർക്കാർ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, അവൾക്കും കുഞ്ഞിനും കഴിയാനുള്ള ഒരു വരുമാനത്തിനായി. ബാക്കി എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാധാരണ കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അതികഠിനമായിട്ടുള്ള ദാരിദ്ര്യവും ഞങ്ങളെ സഹായിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. അതുകൊണ്ട് ആരും ഞങ്ങൾക്ക് പൈസ തരേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ പേരിൽ ആരെങ്കിലും പണപ്പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളിലേക്ക് എത്തുന്നില്ല, അത് ഞങ്ങൾ അറിയാതെയാണ് എന്നവർ പറയുന്നുണ്ട്. അവർക്ക് ആരുടെ സഹായം വേണ്ട. അതുപോലെ 2,000 രൂപ കൊണ്ട് കൊടുത്തിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടു എന്നാണ് പറയുന്നത്, അർജുൻ്റെ അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട്. എന്നിട്ട് അതൊക്കെ വിളിച്ചു പറഞ്ഞു 2,000 രൂപ വാങ്ങിയെന്ന്. എത്ര ചീപ്പായിട്ടുള്ളൊരു ഇടപാടാണെന്ന് നോക്കൂ. യൂട്യൂബ് ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടി 2,000 രൂപ അമ്മ തകർന്നിരിക്കുന്ന ആ അമ്മയെ പിടിച്ച് ഏൽപ്പിച്ചിട്ട് അത് വീഡിയോ എടുത്ത് ഇടുക എന്ന് പറഞ്ഞാൽ എത്ര മോശമായിട്ടുള്ളൊരു കാര്യം ചെയ്ത്. വെറും തുച്ഛമായ 2,000 രൂപ. അവരത്രയും വൈകാരികമായി പ്രതികരിക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ സത്യമുണ്ട് എന്ന് തന്നെ തോന്നുന്നു. കാരണം അർജുൻ്റെ ബൈക്ക് നന്നാക്കാൻ കൊടുത്തവിടുന്ന് എടുത്തുകൊണ്ട് പോയി വെച്ചിട്ട്, ഞാനാണ് അർജുൻ്റെ ബൈക്ക് നന്നാക്കി ഇവിടെ വെച്ചിരിക്കുന്നത് ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവച്ചു. ആ ബൈക്ക് തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പലതവണ ഇദ്ദേഹത്തെ ഈ മീഡിയനെ വിളിക്കുന്നതിന് മുൻപ് നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുത്തില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ചെയ്തില്ല. പല ആളുകളെ കൊണ്ടും പറയിപ്പിച്ചു, ഞങ്ങളെ ഈ സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്നതായിട്ടുള്ള വാക്കുകളൊന്നും പറയരുത്, അങ്ങനെയുള്ള പ്രവൃത്തി നല്ലതല്ല, അത് നിർത്തണം എന്ന് പലതവണ പറഞ്ഞപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നുള്ള എൻ്റെ തീരുമാനമാണ്, മറ്റുള്ളവർ പഠിപ്പിക്കേണ്ടതെന്ന് അത്ര അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു അജണ്ട ഉണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ കൂടെ നിന്നത്, അവസാന ഘട്ടമായപ്പോഴത്തേക്കും, ഒരു 3-ാം ഘട്ടം ആയപ്പോഴത്തേക്കുമാണ് ഇദ്ദേഹം ആകെ മാറി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യനും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഒരു ഘട്ടം വരെയൊക്കെ ആത്മാർത്ഥത കാണിക്കും, അത് കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്ത് നേട്ടം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം വരുന്ന ആളുകൾ. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് മനാഫും മാറി എന്ന് തന്നെയാണ് ആ കുടുംബം പറയുന്നത്. അപ്പോൾ അർജുൻ്റെ മോനെ ഞാൻ എൻ്റെ സ്വന്തം മോനായി വളർത്തു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അർജുൻ്റെ മോനെ എന്തിനാണ് മനാഫ് സ്വന്തം മോനായി വളർത്തുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്? കാരണം ഞങ്ങളെല്ലാവരും ഇത്രയും പേര് ജീവിച്ചിരിക്കുന്നുണ്ട്, അർജുൻ്റെ അനിയൻ ജീവിച്ചിരിക്കുന്നുണ്ട്, പെങ്ങന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട്, അളിയനുണ്ട്, അമ്മ, അച്ഛൻ, എല്ലാവരും, അർജുൻ്റെ ഭാര്യ ജീവനോടെ ഉണ്ട്. എല്ലാവരും ഇരിക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹം ഈ കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അനാഥരായിട്ടൊരു കുഞ്ഞൊന്നും അല്ലല്ലോ, അതിന് വേണ്ടപ്പെട്ട എല്ലാവരും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം അതൊന്നും അല്ല മറ്റുള്ളവരെ മുമ്പിൽ ആള് കളിക്കാൻ വേണ്ടി വായി തോന്നുന്ന വർത്തമാനം. എന്നാൽ ഈ പറയുന്ന എന്തെങ്കിലും കാര്യം ഒരു സമാശ്വാസമായിട്ട് ഈ അമ്മയെ വിളിച്ചിട്ടോ, ഈ ഭാര്യയെ വിളിച്ചിട്ടോ, ഈ അളിയനെ വിളിച്ചിട്ടോ, സഹോദരങ്ങളെ വിളിച്ചിട്ടോ ഇദ്ദേഹം നേരിട്ട് ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല. ഈ യൂട്യൂബ് ചാനലുകളിലൂടെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ തങ്ങൾക്കറിയുള്ളൂ. തങ്ങളെ ആരെയും നേരിൽ കോണ്ടാക്ട് ചെയ്യേ, ഒരു സമാധാന വാക്ക് പറയേ ഇദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും കൂടെ നിൽക്കാനും ആണെങ്കിൽ അവരോട് ചെന്ന്, അവരെ വീട് അറിയാം, അവിടെ ചെന്ന് അവരോട് പറയണേ, ഞാൻ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ട് കേട്ടോ, വേറെ ആരില്ലെങ്കിലും ഞാൻ ഉണ്ടാവും, എന്താവശ്യത്തിനും എന്നെ വിളിക്കാം എപ്പോഴും എന്ന് പറഞ്ഞാൽ അതിനൊരു മര്യാദയാണ് അല്ലേ? അർജുനെ കാണുന്ന പോലെ തന്നെ എന്നെ കണ്ടാൽ മതി എന്ന് ആ അമ്മയോടും അച്ഛനോടും പറഞ്ഞാൽ അത് എത്ര മര്യാദയാണ്. പക്ഷെ അതൊന്നും അല്ലാതെ ഇതെല്ലാം പറയുന്നത് യൂട്യൂബ് ചാനലിലൂടെയാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് അവർ ചോദിക്കുക. ഞാൻ അമ്മയെ വിളിക്കാറുണ്ട് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞത്രേ. ആ അമ്മയെ ഇയാൾ വിളിക്കാറില്ല, എന്നിട്ടാണ് യൂട്യൂബ് ചാനലിൽ കള്ളം പറയുന്നത്, ഞാൻ അമ്മയായിട്ട് കോണ്ടാക്ട് ഉണ്ട്, എല്ലാ വിവരങ്ങളും പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? അവർ പറയുന്നു, അവർ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. ആ തെളിവ് സഹിതമാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഇത് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇത് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നല്ലത്. ഇതുവരെ കൂടെ നിന്ന ആള് എന്നുള്ള നിലയ്ക്ക്, അർജുൻ്റെ ലോറി ഉടമ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിപ്പം മിണ്ടാതിരിക്കുകയാണ്. ഇപ്പം ഇത് ഇങ്ങനെ വന്ന് പറയേണ്ടി വന്ന അവസ്ഥ പോലും അദ്ദേഹം വരുത്തി തീർത്താണ്. ഫോൺ എടുക്കുകയും മെസ്സേജ് നോക്കി റിപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് ആ കുടുംബം ഒന്നാകെ പറയുന്നുണ്ട്.
അതുപോലെ തന്നെ അർജുൻ്റെ പെങ്ങളെ ചാനലുകൾക്കൊക്കെ ഇങ്ങനെ അഭിമുഖം കൊടുത്ത സമയത്ത് മനാഫിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ആ കുടുംബത്തെ ചീത്ത വിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്രയും സഹായമൊക്കെ ചെയ്ത ഒരു വ്യക്തിയെ മറന്നു, അർജുൻ്റെ പെങ്ങൾ നന്ദിയില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത വിളിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്രയധികം ഇഷ്യൂസ് ഇതിൻ്റെ ബാക്കിൽ നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കും അവർ അന്ന് അത്രയും മനാഫിൻ്റെ പേരിന് ഊന്നൽ കൊടുക്കാഞ്ഞ. പക്ഷേ അവർ ഇന്ന് പറഞ്ഞതല്ലാതെ ഇതിനു മുമ്പ് എവിടെയും മനാഫിനെ പറ്റി കുറ്റം പറയില്ല, അത് അവരുടെ മര്യാദ. പക്ഷെ അവരെ കൊണ്ട് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കുറ്റം പറയാനുള്ള അവസരം ഉണ്ടാക്കിയത് മനാഫ് തന്നെയാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടുള്ള ആ ഒരു പാതയിൽ അവരുടെ കുടുംബത്തെ വെറുതെ വിടുക, അവർ ജീവിച്ചോട്ടെ, അവരവരുടെ പാട്ടിൽ ജീവിച്ചോട്ടെ, അവരാരും സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അവരുടെ നഷ്ടം തന്നെയാണ്, അത് മനസ്സിലാക്കൂ. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളെ നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കൂ. എന്നിട്ട് അവരുടെ സങ്കടത്തോടൊപ്പം വിഷമത്തോടൊപ്പം നിൽക്കുക. അവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങളുടെ പ്രവൃത്തിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ നേരിട്ട് ചെന്നിട്ട് എൻ്റെ ഭാഗത്ത് ഇങ്ങനെ വീഴ്ച ഉണ്ടായി, ഞാൻ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ ക്ഷമിക്കൂ, ഞാനത് നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്, മോശം അർത്ഥത്തിലല്ല പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശ്രമിക്കുക. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് മനാഫ് എന്നാണ് നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. അത് അങ്ങനെ തന്നെയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത അപ്പോൾ അദ്ദേഹത്തിൻ്റെതാണ്.